ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സോമിനി മാത്യു, സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് മെയ്ഡ്സ്റ്റോൺ. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളാണല്ലോ ഇപ്പോൾ. വാങ്ങിപ്പ് പെരുന്നാൾ കൂടെയാണല്ലോ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാതാവിൻ്റെ മരണത്തെപ്പറ്റി എനിക്ക് കുറിച്ചിരിക്കുന്ന അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ സമയത്ത് വിനിയോഗിക്കുന്നത്. പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പിനെ പറ്റി, മരണത്തെപ്പറ്റിയോ ബൈബിളിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അവസാനമായിട്ട് ബൈബിൾ മാതാവിനെ മെൻഷൻ ചെയ്യുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ ചാപ്റ്റർ 1 വേഴ്സ് 14 അവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരു മനസ്സോടെ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. നമുക്കറിയാം, ക്രിസ്തുവിന്റെ ക്രൂശിന് ചുവട്ടിൽ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന വ്യക്തി മാതാവായിരുന്നു. മറ്റു ശിഷ്യന്മാരെല്ലാം, പത്രോസ്ലീഹ വരെ അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ മാതാവ് ക്രൂശിന് ചുവട്ടിൽ നിന്ന് അവസാന നിമിഷം വരെയും ക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്നു. ഇത് മകനോടുള്ള അചഞ്ചലമായ സ്നേഹവും വിശ്വാസത്തിൽ കൂടെയാണ് മാതാവിന് അതിന് കഴിഞ്ഞത്. നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് ശിമോൻ ആദ്യമേ തന്നെ മറിയയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അതിവിടെ സംഭവിച്ചിരിക്കുകയാണ്. ആ ക്രൂസിഫിക്കേഷനിൽ കൂടെ അത് സംഭവിച്ചിരിക്കുകയാണ്. മാതാവല്ല പുതിയ നിയമത്തിലെ പ്രധാന തീമെങ്കിലും മാതാവിനൊരു പ്രത്യേക സ്ഥാനമാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്രിസ്തുവിന്റെ മരണശേഷം ശിഷ്യന്മാരോടൊപ്പം മാതാവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെന്തിക്കോസ്തി വരെ അവരോടൊപ്പം പെന്തിക്കോസ്തിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥിക്കുകയും ആ ആദിമസഭയുടെ പ്രതിഷ്ഠയിലും വളർച്ചയിലും മാതാവിന്റെ പങ്കുമൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാതാവ് എങ്ങനെ ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയി അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. മാതാവ് മരിച്ചതിനെ പറ്റി പലവിധമായ അസംഷൻസും ഉണ്ട്. എങ്കിലും പൊതുവായിട്ടുള്ള അസംഷൻ മാതാവ് വാങ്ങിപ്പോയി, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തു എന്നാണ്. അതിനാണ് നമ്മൾ ശൂനോയ അഥവാ മലയാളത്തിൽ വാങ്ങിപ്പ് എന്ന് പറയുന്നത്. ശൂനോയ എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ, ചേഞ്ച്, റിമൂവൽ, ഡിപ്പാർച്ചർ എന്നൊക്കെയാണ്. മാതാവിനെ മരിച്ചു അടക്കിയിരിക്കുന്നത് കാന അല്ല ഗെത്സമന, ജെറുസലേമിന്റെ ഔട്ട്സ്കേർട്സിലുള്ള കെഡ്രോൺ വാലിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണെന്നാണ്. അവിടെ മാതാവിന് വേണ്ടി വലിയൊരു ചർച്ച് 5th സെഞ്ചുറിയിൽ ബിൽറ്റ് ചെയ്തിട്ടുണ്ട്, ദ ബസിലിക്ക ഓഫ് സെന്റ് മേരി. മാതാവ് മരിച്ചു 3-ാം ദിവസം ശിഷ്യന്മാർ സുഗന്ധവർഗക്കൂട്ടുകളുമായിട്ട് മാതാവിന്റെ കല്ലറക്കൽ വരുമ്പോൾ മാതാവിന്റെ ബോഡി അവിടെ കാണുന്നില്ല. അങ്ങനെ അവര് മാതാവിന് സ്വർഗത്തിലേക്ക് പോയി എന്ന് വിശ്വസിച്ച് അവർ നിൽക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്ന് ഒന്നും ശരിക്കും അറിയാതെ. ഇതേ സമയം സെന്റ് തോമസ് ഇന്ത്യൻ മിഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലായിരുന്ന സെന്റ് തോമസിന് പരിശുദ്ധാത്മാവ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സെന്റ് തോമസ് ഒരു മേഘത്തിൽ ജെറുസലേമിലേക്ക് വരികയുമായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് മാതാവിനെ യേശു ക്രിസ്തുവും മറ്റ് ഏഞ്ചൽസും കൂടെ സ്വർഗത്തിലേക്ക് മാതാവിന്റെ ശരീരത്തെ കൊണ്ടുപോകുന്നത് കാണുന്നു. അപ്പോൾ സെന്റ് തോമസ് മാതാവിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന എനിക്ക് മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടൊരു എവിഡൻസ് എന്തെങ്കിലും തരണമെന്ന്. അങ്ങനെ മാതാവ് തന്റെ ഗേർട്ട് അഥവാ ഷ്യൂനോരോ സെന്റ് തോമസിനെ കൊടുക്കുകയാണ്. സെന്റ് തോമസ് അത് മറ്റു ശിഷ്യന്മാരെ കാണിക്കുന്നു. മറ്റു ശിഷ്യന്മാരുടെ അടുത്ത് ഇത് കാണിക്കുന്നതിന് മുന്നിട്ട് മറ്റു ശിഷ്യന്മാർ സെന്റ് തോമസിനെ കാണുമ്പോൾ പറയുന്നുണ്ട്, നീ ലേറ്റ് ആയിപ്പോയി, മാതാവ് ലോകത്തിൽ നിന്ന് പോയിരിക്കുന്നു. അപ്പോൾ സെന്റ് തോമസ് പറയുന്നു, ഇല്ല, ഞാൻ ലേറ്റ് ആയിട്ടില്ല, ഞാൻ കണ്ടു മാതാവ് സ്വർഗത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഷ്യൂനോരോ കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനെ പറ്റി സ്ക്രിപ്റ്റേഴ്സിൽ ഓർത്തഡോക്സ് സഭകൾ വിശ്വസിച്ചിരിക്കുന്നത്, ഉള്ള പൊതുവായുള്ള ഒരു വിശ്വാസം. അങ്ങനെയാണ് ഓഗസ്റ്റ് 15 ഇത് സംഭവിച്ചതെന്നത് നമ്മൾ സ്വർഗാരോഹണ പെരുന്നാൾ അഥവാ വാങ്ങിപ്പ് പെരുന്നാളായി ആചരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മൾ ഓർമ്മിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മാതാവിന്റെ സ്വഭാവത്തെ കൊണ്ടുവരാം,
ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സൗമ്യനും എന്നാൽ ശക്തനുമായ രക്ഷകനെ പ്രസവിച്ച് അതിനെ സഹായിച്ച് ഈ ലോകത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം ആ മകനെ സഹായിച്ച മാതാവിൻ്റെ എന്ത് സ്വഭാവ ഗുണങ്ങളാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നിശബ്ദമായ പ്രവർത്തനത്തിൽ കൂടെയും എന്നാൽ സൗമ്യതയും വളരെയധികം ധൈര്യത്തോടും വളരെയധികം സമചിത്തതയോടും കൂടെ എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ട മാതാവിൻ്റെ ആ നല്ല ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും സൗമ്യതയോടും സമാധാനത്തോടും ശാന്തതയോടും പ്രാർത്ഥനയിലും നമുക്ക് നേരിടാം എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.